ഇന്നിപ്പം മുഖ്യമന്ത്രി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എം ഹസൻ പറഞ്ഞത് മുഖ്യമന്ത്രി മലപ്പുറത്ത് അധിക്ഷേപിച്ചു, അദ്ദേഹം മാപ്പ് പറയണം മലപ്പുറത്ത് എന്നതിന് മുമ്പാണ്. തുടക്കം മുതൽ UDFിൻ്റെ ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള ചില പ്രചാരണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം മുതലേ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഏത് തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. നാടിൻ്റെ വികസന സാധ്യതകൾ, വികസന പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചകളിലൂടെ സ്വാഭാവികമായും ചില വ്യക്തതകളിലേക്ക് സമൂഹം തന്നെ എത്തുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക. ഞങ്ങളെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ആ കാര്യത്തിനാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയിലൊക്കെ നിങ്ങളിൽ പലരും ഏറിയും കുറഞ്ഞും അനുഗമിക്കാറുള്ളവരാണ്. അവിടെയെല്ലാം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പദാനുപദം എടുത്തു നോക്കിയാലും ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവാദ കാര്യത്തെക്കുറിച്ചോ ആരോപണത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വികസന കാര്യങ്ങൾ, ഈ ഗവൺമെൻറ് ചെയ്ത വികസന കാര്യങ്ങൾ, അതിൻ്റെ ഭാവി പ്രതീക്ഷകൾ, നിലമ്പൂരിൻ്റെ വികസന സാധ്യത, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു ആരോഗ്യകരമായ ജനാധിപത്യ സംവാദത്തിന് കെൽപ്പില്ലാത്തതുകൊണ്ടാവാം നമ്മുടെ മറുപക്ഷത്ത് നിൽക്കുന്നവർ വിവാദങ്ങൾ നിരന്തരം ഉയർത്തിവിടാനാണ് ശ്രമിക്കുന്നത്. വിദ്വേഷം വമിപ്പിക്കുന്ന വിവാദങ്ങളാണ്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ, സമൂഹത്തിൻ്റെ ഐക്യം തകർക്കാൻ ഒക്കെയാണ് ശ്രമിക്കുന്നത്. മലപ്പുറം എന്ന് പറയുന്നത് ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണല്ലോ ഞാനും. അപ്പോൾ നമ്മുടെ ഏത് ഭൂപ്രദേശത്തോടും കിടപിടിക്കാവുന്ന അഭിമാനകരമായ ഒരു സാംസ്കാരിക പൈതൃകവും അന്തരീക്ഷവും ഉള്ള നാടാണ് മലപ്പുറം. ഈ മലപ്പുറത്തെ ഒരു പ്രത്യേക ജില്ലയാക്കി മാറ്റിയത് ഇടതുപക്ഷമാണ്. CPIM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. EMS ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. മലപ്പുറം ജില്ലയുടെ ശില്പികളാണ് ഇടതുപക്ഷം. അന്ന് മലപ്പുറം ജില്ലയ്ക്കെതിരായി സമരം നടത്തിയ രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്ന് അന്നത്തെ ജനസംഘം, രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിശക്തമായി ഈ രണ്ടുപേരും മലപ്പുറത്തെ എതിർത്തു. ആ എതിർപ്പിന് വർഗീയതയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ ജാഥ നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. മലപ്പുറം ജില്ലയെ പിറവിയിലെ നുള്ളിക്കളയാൻ ശ്രമിച്ച ഒരു നിലപാടായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. നിങ്ങൾ പറഞ്ഞ നേതാവൊക്കെ വളരെ മുതിർന്നയാളാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ UDF അകപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ആഴമാണ് വെളിവാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ കുടുങ്ങി നിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അത്തരം ചർച്ചകൾ ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രത്തിലെ ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടി വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പൂർണ്ണമായും വികസന കാര്യങ്ങളിൽ ഊന്നി നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചർച്ചയും പ്രചാരണവുമാണ് ലക്ഷ്യം വെക്കുന്നത്. ഒരു വർഗീയ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോക്കെതിരെ ഇടതുപക്ഷം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രചാരണം മുഴുവൻ ആ തരത്തിലേക്ക് മാറുകയാണ്. അതെ, പുറമേയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിഷം തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന വിഷം ഉപേക്ഷിക്കുക. ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും പ്രചാരകരായിട്ട് നിങ്ങൾ കടന്നു വരിക. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമം എത്ര ഹീനമാണത്. ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് പ്രതീക്ഷിച്ച് എന്തു ചെയ്യാൻ പാടുണ്ട്? വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിൽ നിന്ന് വിട്ടുനിന്നേ മതിയാവും. തെരഞ്ഞെടുപ്പൊക്കെ ഇപ്പോൾ കഴിയും, അതിലെ ജയപരാജയമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ വരുന്ന സമയത്ത് വ്യവസ്ഥാപിതമായി നേരിടാനേ ഇപ്പോൾ നമുക്ക് പറ്റൂ. മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവരെ പോലെ തിരിച്ച് പ്രചരണം നടത്താൻ കഴിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെയാണെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വെക്കാം. പാകിസ്ഥാൻ ചാരൻ എന്നാണ് സ്ഥിരമായി മൈക്ക് അനൗൺസ്മെൻറ്റുകളിൽ LDF സ്ഥാനാർത്ഥിയെ വിശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതൊക്കെ പിന്നെ വിവരമില്ലായ്മ വെളിപ്പെടുന്ന സമയത്ത് നമ്മളതിനെ അങ്ങ് അവഗണിച്ച് തള്ളുക എന്നേ ഉള്ളൂ. പക്ഷേ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും വർഗീയ ചേരിതിരിവുണ്ടാക്കാനും ആസൂത്രിതമായി നീക്കം നടക്കുമ്പോൾ സമൂഹത്തെ കരുതി, സമൂഹത്തിൻ്റെ ഭാവിയെ കരുതി അത് വ്യവസ്ഥാപിതമായി ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇടതുപക്ഷം അത്തരത്തിലുള്ള നിയമാനുസൃത നടപടികൾ സ്വീകരിക്കും. മറ്റൊന്നും നിയമാനുസൃതമല്ലാത്തതൊന്നും ഇപ്പോൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ മുൻപിൽ നിയമാനുസൃതവും വ്യവസ്ഥാപിതവുമായ പോംവഴികൾ മാത്രമാണുള്ളത്. അത് അവലംബിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, അത്തരം ഹീനമായ പ്രചരണ ശൈലികൾ ഉപേക്ഷിക്കണം. അതിന് ചില ആളുകളെ പ്രത്യേകമായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. അതൊക്കെ ഉപേക്ഷിക്കണം. നല്ല ജനാധിപത്യ സംവാദം, നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട സംവാദം, അക്കാര്യങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ തർക്കങ്ങളും ഉയർന്നു വരട്ടെ. ചർച്ചകളും തർക്കങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം സ്വാഗതാർഹമാണ്. പക്ഷെ അവിടെ നിൽക്കണം. സമൂഹത്തിൻ്റെ ഭാവിയെ കരുതണം. അതിൽ വിഷം കലർത്താൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ.